ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോ. അപ്പോൾ എന്നോട് കുറേ ആൾ ചോദിച്ചായിരുന്നേ, നമുക്കൊരു ചാനൽ ഞാൻ തുടങ്ങുന്നുണ്ട്, അതിന് എന്തെല്ലാം വേണ്ടത്, ഇപ്പോൾ ശ്രീകുട്ടൻ എന്തെല്ലാം കൈമിലുള്ളത് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ കാലമായി ചാനൽ തുടങ്ങിയിട്ട്, ഇപ്പം 2-3 വർഷമായി. അപ്പോൾ അതിനെന്തെല്ലാം വാങ്ങിനി, മൈക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു അതെല്ലാം വേണം. നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് അതിനണക്കായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക. അപ്പോൾ ഞാൻ ട്രാവൽ കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഈ ക്യാമറ അടക്കം ഞാൻ വാങ്ങിയത്. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്, എൻ്റെ അടുത്ത് എന്തെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ ഒരു ഫോൺ മാത്രം മതി. പിന്നെ എഡിറ്റിങ് കുറച്ച് പഠിക്കുക, അതുതന്നെ മെയിനായിട്ട് കാര്യം. പിന്നെ നല്ല തമ്പലയും കൊടുക്കുക, നല്ല ടൈറ്റ് കൊടുക്കുക. അപ്പോൾ ഏത് കണ്ടൻറ്റാണ് ആദ്യം തിരഞ്ഞെടുക്കുക, ആ കണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. അത്രയാണ്. ചാനൽ ആർക്കും തുടങ്ങാം. അപ്പോൾ അത് കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിങ്ങനെ സംസാരിച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഫോണാട്ടെ ഇത്. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പം വാങ്ങിയതാണ്. പിന്നെ വാങ്ങിയത് ഇതാ ഈ ക്യാമറ. ഇത് വെറുതെ ആയിപ്പോയി, ഒരു ക്ലാരിറ്റി ഇല്ല. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ 2000 ചില്ലറ രൂപ. അതിൻ്റെ ഒരു ബോർഡ് എന്നുവെച്ചാൽ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ, പിന്നെ ഈ ഫോണിന് ഉപയോഗിക്കാൻ പറ്റിയ ഇത് സ്റ്റാൻഡ്, പിന്നെ വാങ്ങിയ മൈക്ക്, പിന്നെ നമ്മളെ ഈ ആക്ഷൻ ക്യാമറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ മൈക്ക്. അപ്പോൾ ഇത് അതിൻ്റെ മൗണ്ടല്ലാണ്. ഈ മൈക്ക് ഞാൻ തീരെ ഉപയോഗിച്ചിട്ടാണ്. ആർക്കും വേണമെങ്കിൽ പറയാം, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം. ആദ്യം വാങ്ങിയ മൈക്ക് ഇതാട്ടാ. അത് ഫോണിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ മൈക്കാണ്. അത് അത്ര ക്ലാരിറ്റി പോരാ. പിന്നെ എൻ്റെ അടുക്കില്ല കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് സാധനം എൻ്റെ അടുക്കില്ലത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇങ്ങനെയൊക്കെയാണ് വാങ്ങി വെച്ച സാധനം. ഇത് ഏറ്റവും ലാസ്റ്റ് വാങ്ങിയ ക്യാമറ. ഇത് വാങ്ങിയതല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നതാണ്. ഞാൻ ശബരിമലക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മെമ്മറി കാർഡ് എന്തോ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഇതെല്ലാം പോയി. വീഡിയോയിലും ഉണ്ടായിനി, അതെല്ലാം മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏതൊരു വീഡിയോയിലും പറഞ്ഞു എന്തോ ഒരു മെമ്മറി കാർഡിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് അതിൻ്റെ എടുത്ത വീഡിയോയിലും പോയി. അപ്പോൾ പുതിയ മെമ്മറി കാർഡിലിട്ട് ഇതിൽ വീഡിയോ ചെയ്തപ്പോൾ ഹെൽമെറ്റിലും ഫിറ്റാക്കി. ഹെൽമെറ്റ് ഇപ്പോൾ ഇല്ല, വണ്ടിയിലേ ഉള്ളത്. ഹെൽമെറ്റ് ഫിറ്റാക്കി ഞാൻ തുടങ്ങിയാൽ പിന്നെയാണ് എൻ്റെ ചാനൽ കുറച്ച് ഗ്രോത്ത് ആവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വണ്ടിയിൽ ഈ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യൽ മുമ്പെല്ലാം. അപ്പോൾ സൗണ്ട് കൊടുക്കാൻ പറ്റില്ല, വെറും മ്യൂസിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മൈക്ക്, ഇങ്ങനത്തെ ഒരു വേറെ മൈക്കുണ്ട്, ആ മൈക്കും ഇതിൽ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുമ്പോഴാണ് കുറച്ച് വീഡിയോ കുറച്ച് മാറ്റം വന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തൊക്കെയാണ് ഉള്ളത്. പിന്നെ എഡിറ്റിങ്ങെല്ലാം ഈസിയാട്ടോ. ഈ കമ്പ്യൂട്ടറിൽ ഞാൻ ചെയ്യൽ, ഫോണിൽ ചെയ്യൽ കുറവാണ്. അത്യാവശ്യം തമ്പിലേയും ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതെല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്യൽ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ചാനൽ തുടങ്ങുമ്പോൾ കൂടുതൽ ഇതൊന്നും വേണ്ട, ഒറ്റൊരു ഫോൺ മതി. ഞാൻ VN ആപ്പിലാണ് എഡിറ്റിങ് നടത്തുന്നത്. അങ്ങനെയൊക്കെയാണ് സാധനം എടുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ തുടങ്ങണമെങ്കിൽ ഒരു ഫോൺ മാത്രം മതി, കുറച്ച് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഫോൺ മാത്രം മതി. പിന്നെ എഡിറ്റിംഗ് എല്ലാം നടത്തുന്നുണ്ട്. എൻ്റെ ഉൾഭാഷ കേട്ടോ. ഇനി 2 ഭാഗത്ത് പിന്നെ ഉണ്ട്. ഐഫോണിൽ ഉപയോഗിക്കുക, ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുക. പിന്നെ ഈ മൈക്കിൻ്റെ കാണിച്ചു തരുന്നത്. ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മളെ കിട്ടു സാധനം ഇതാണ്. പിന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഫോൺ വേറെ. ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ. യൂട്യൂബിൽ ഞാൻ ഫസ്റ്റ്
വരുമ്പോൾ ഉള്ള സാധനം വാങ്ങിയതാണ്. ഫസ്റ്റ് പറഞ്ഞ് ഫോണ്, പിന്നെ വാങ്ങിയ ഈ ക്യാമറ. ഇത് 10 പൈസക്ക് കൊള്ളില്ല, വെറുതെ 2000 ചില കൊടുത്ത് വാങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ക്യാമറ ഒന്നും ആരും വിൽക്കാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ ഒരു കാര്യമില്ല, വെറുതെ പൈസ കളയല്ലാണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആക്ഷൻ ക്യാമറ ഉണ്ട്. ആക്ഷൻ ക്യാമറ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് ഹീറോ 9 ആണ്. അപ്പോൾ അതിന് പുതിയതിന് 10-40 റുപ്യ ഉണ്ടാവും. അതൊന്നും വേണമെന്നില്ല. സെക്കൻഡ് ആകുമ്പോൾ കോഴിക്കോട് മാവ് റോഡിലുണ്ടാവും. സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ ക്യാമറയിൽ വെക്കുന്ന ഷോപ്പിലുണ്ടാവും. അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ പുള്ളിക്കാരന് തിരിച്ചു കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞു. അപ്പം പറഞ്ഞു വേണ്ട, നീ എടുത്തോ, ഞാൻ വേറെ ക്യാമറ വാങ്ങിയിട്ടുണ്ടാവും പറഞ്ഞത്. അപ്പോൾ ചാനൽ തുടങ്ങാനുള്ള എല്ലാവരോടും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നല്ലൊരു ഫോൺ മാത്രം മതി. എന്നെപ്പോലെ ഇത്രയും സാധനമൊന്നും വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം.